ബോറടിക്കുന്നു. എത്ര നേരം ഈ കളി തന്നെ കളിക്കുന്നു. ഒരു കളി പോലും ജയിക്കാനും പറ്റിയിട്ടില്ല. നീ എന്താ അവിടെ നോക്കുന്നത്? ഞാൻ ഈ ഭംഗിയുള്ള ടൗൺ നോക്കുകയായിരുന്നു. ഹോ, എന്തൊരു തിരക്ക്! വർണ്ണ ബൾബുകൾ, വലിയ കെട്ടിടങ്ങൾ, നിരനിരയായി നീങ്ങുന്ന കാറുകൾ. അതെ, ആ കാറിൽ ഏതെങ്കിലും ഒന്നും രാവിലെ നിന്റെ ഡാഡിയും മമ്മിയും ജോലി കഴിഞ്ഞ് വരണുണ്ടാകുക. അവരെത്ര പൊറോട്ട വെച്ച് വാങ്ങുവോ ആവോ. എന്ത്? അല്ല, ഈ വിശപ്പിന്റെ അസുഖം. അവന്റെ ഒരു വിശപ്പ്. ആ നാട്ടുംപുറത്ത് അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കൂടെ നിന്നാ മതിയായിരുന്നു. ഈ തിരക്ക് പിടിച്ച സിറ്റിയില് അവിടെ ആയിരുന്നെങ്കിൽ അമ്പിളിമാമൻ വന്ന് 2 കഥയെങ്കിലും പറഞ്ഞു തരുമായിരുന്നു. അത് പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തെ, നമുക്ക് ഈ വലിയ ഫ്ലാറ്റിന്റെ മുകളിൽ കയറിയാലോ? അമ്പിളിമാമനെ അടുത്ത് കാണാലോ. ഓ, ഇവനെ ഇന്ന് ഞാൻ. നീ പറഞ്ഞ ശരിയാണല്ലോ. വേഗം വാ, അമ്പിളിമാമനെ കാണാം, കുറച്ച് കഥയും കേൾക്കാം. ഹായ് അമ്പിളിമാമൻ, മാമൻ ഇത്ര അടുത്തുണ്ടായിരുന്നോ? പിന്നെ നിങ്ങൾ എവിടെയായിരുന്നു? നാട്ടിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ചയായി. പിന്നെ പുതിയ ഫ്ലാറ്റില് കമ്പ്യൂട്ടറും കളിച്ചിങ്ങനെ ഇരിക്കുക. അതെ, ഇവൻ പറഞ്ഞു ഇവിടെ നമുക്ക് ഒരിക്കലും അമ്പിളിമാമനെ കാണാൻ പറ്റില്ലെന്ന്. ഇപ്പൊ എന്തായി? പണ്ട് നാട്ടില് മരത്തിന്റെ മുകളിൽ എത്തുന്ന അമ്പിളിമാമനെ ഇവിടെ ഈ ടൗണിൽ കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. എനിക്ക് നിങ്ങൾ കുട്ടികളെ വിളിക്കുമ്പോ വരാതിരിക്കാൻ പറ്റുമോ? ഇനി പറ, എന്തിനാ എന്നെ വിളിച്ചത്? അതെ അമ്പിളിമാമ, ഈ കമ്പ്യൂട്ടർ ഗെയിംസ് കളിച്ചു മടുത്തു. ഇപ്പൊ കുറച്ച് നല്ല കഥ കേൾക്കാനുള്ള ആവേശത്തിലാ. പൊറോട്ട പിന്നെ തിന്നാലും വേണ്ടില്ല. അമ്പിളിമാമ, നല്ലൊരു കഥ പറയുവോ? പറയാലോ, ഒരു നിമിഷം, ഇതൊന്ന് പോയിക്കോട്ടെ. പിടിച്ചോ, ഒന്നാമത്തെ കഥ. ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ വിനയാകുമെന്ന കാര്യം ഓർമ്മപ്പെടുത്താൻ ഒരു കഥ ഞാൻ പറയാം.